ഇപ്പം നമുക്കിവിടെ ഇവിടെ കൃഷിഭൂമിയാണ് ശരിക്കും പറഞ്ഞത്. കൃഷി ചെയ്യുന്ന മഞ്ഞൾ പോകാതെ കൃഷി ചെയ്ത് പറിക്കുന്ന സമയം. ഇപ്പം മുകളിൽ നിന്ന് വലിയ മണ്ണും കല്ലുമായിട്ട് കുറേ വന്നുകൊണ്ടിരിക്കുക. രാത്രി കൊണ്ട് തള്ളുവോടെ ഇവിടെ നമുക്കൊരു പണിയും ചെയ്യാൻ പറ്റുന്നില്ല. മഞ്ഞൾ പറിക്കാൻ പറ്റുന്നില്ല, പൂ പറിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു പരിപാടിയും ചെയ്യാൻ പറ്റുന്നില്ല. 4 മഴ പെയ്യുമ്പോഴത്തേക്കും കണ്ടങ്ങളൊക്കെ ലെവലായി പോകും, മണ്ണ് ചാടി. അതിനൊരു പരിഹാരം കണ്ടെത്തണം. നമസ്കാരം. നേര്യമംഗലം ST കോളനിയിലെ ജീവിതം ദുരിതപൂർണ്ണമാകുന്നു. ST കോളനിക്ക് സമീപം നാഷണൽ ഹൈവേയുടെ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ഇതിന്റെ ഭാഗമായി മണ്ണും കല്ലുമെല്ലാം ST കോളനിയിലെ താമസക്കാരുടെ കൃഷിയിടത്തിലേക്ക് വരുന്നു എന്നതാണ് ഇവരുടെ ആവലാതി. സുരക്ഷിതമായി കൃഷിയിടത്തിൽ പണിയെടുക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് ഇവർ പറയുന്നത്. വലിയ കോൺക്രീറ്റ് പീസുകളും കല്ലുമെല്ലാം മുകളിൽ നിന്ന് ഉരുണ്ടുവരുന്നു. അപകടകരമായ സ്ഥിതിയാണ് ഇവിടെയുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബന്ധപ്പെട്ട അധികൃതർ ഈ വിഷയത്തിൽ ശ്രദ്ധിക്കണം എന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഞാൻ ഇവിടുത്തെ ആദിവാസി ഗോത്ര മഹാസഭയുടെ എറണാകുളം ജില്ലാ പ്രസിഡന്റാണ്. എൻ്റെ പേര് ജയചന്ദ്രൻ. ഞാൻ ഈ മേഖലയിൽ തന്നെ താമസക്കാരാണ്. ഈ ട്രൈബിൽ ഈ സെറ്റിൽമെൻറ്റിൽ തന്നെ ഞാൻ താമസിക്കുന്നത്. പക്ഷേ ഇവിടെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇവിടെ ഈ കാണുന്ന ഭൂമികൾ മുഴുവൻ ഇഞ്ചിയായിട്ടും മഞ്ഞളായിട്ടും മഞ്ഞക്കൂവയായിട്ടും മറ്റ് വിവിധ കൃഷിയായിട്ട് ചെയ്തുകൊണ്ട് ജീവിച്ചു പോകുന്ന ഒരു പറ്റം കൃഷിക്കാരിവിടെ ഉണ്ട്. ഇവിടുന്ന് പുറമേയുള്ള പണിയേക്കാൾ കൂടുതൽ പണിതുകൊണ്ടിരിക്കുന്നത് ഈ തരിശ് ഭൂമിയൊക്കെ എടുക്കുന്ന സർക്കാരിൻ്റെ ആയിക്കെ ഈ ഭൂമി ഇത് ട്രൈബൽ സെറ്റിൽമെൻറ്റായിട്ട് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ആ നാൾ മുതൽ ഇന്ന് വരെയും ഇവിടെയുള്ള മുഴുവൻ താമസക്കാരും ഇവിടെ എല്ലാ മേഖലകളിലും പണിതുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ PWD ഈ ഹൈവേ പണി വന്നു കഴിഞ്ഞപ്പോൾ NHലേക്കുള്ള പണി വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ രാവെന്നോ പകലെന്നോ ഇല്ലാതെ ലോഡ് കണക്കിന് മിറ്റൽ കല്ല് മണ്ണുകൾ മുഴുവനും തള്ളി ഇങ്ങോട്ട് ചാടിച്ചിട്ടേക്കുവാണ്. അതുകൊണ്ട് ഈ കൃഷിയിടങ്ങളിൽ ഇപ്പോൾ ഇപ്പം നട്ടുപിടിപ്പിച്ചിട്ടുള്ള കൃഷി പറിക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലാണ്. കാരണം ഇവിടെ ജീവന ഭീഷണിയാണ്. എപ്പോൾ വേണമെങ്കിലും കല്ലിങ്ങനെ ഉരുണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ ആ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, വേണ്ടപ്പെട്ട അധികാരികൾ ഇതിന് ശക്തമായ അതിനൊരു പരിഹാരം കണ്ടില്ല എങ്കിൽ ശക്തമായിട്ട് ആദിവാസി ഗോത്ര മഹാസഭയുടെ കീഴിലും മറ്റ് വിവിധ സംഘടനകളുടെ കീഴിലുമായിട്ട് ശക്തമായ പ്രതിഷേധവുമായിട്ട് ഞങ്ങൾ PWD ഓഫീസ് ഞങ്ങൾ പിക്കറ്റിങ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട, അതിന് യാതൊരു സംശയവും വേണ്ട. അതിപ്പോൾ ഏതറ്റം വരെ പോകണമെങ്കിലും ഞങ്ങൾ പോകും. കാരണം ഇവിടെ 104 കുടുംബങ്ങൾക്ക് പട്ടയം കൊടുത്തിരിക്കുന്നതാണ്. ആ 104 പട്ടയങ്ങളിൽ കൊടുത്ത് ഏതാണ്ട് 50-ൻ്റെ അടുത്ത് തന്നെ വേണ്ട 40-ൻ്റെ താഴെ തന്നെ ഇവിടെയുള്ള താമസക്കാരുമുണ്ട്. ഈ താമസക്കാർ ജീവിക്കുന്നത് ഒരു പരിധി വരെയും ഈ കൃഷി കൊണ്ടാണ്. ഈ കപ്പയായിട്ടും ചേമ്പും ചേനകളൊക്കെ ആയിട്ട് ഇവിടെ നട്ട് ഈ മനുഷ്യരെല്ലാവരും ജീവിക്കുന്നത്. അപ്പോൾ ആ ജീവിക്കുന്ന ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ സർക്കാർ ഈ രീതിയിലുള്ള അവഗണന കാണിച്ചുകൊണ്ട് ഇത്തരം അഴിഞ്ഞാട്ടുകൾ പേക്കൂത്തുകൾ കാണിച്ചു കഴിഞ്ഞാൽ അതിന് ശക്തമായി ഞങ്ങൾ എതിർക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അതിപ്പോൾ ഏത് ഗവൺമെൻറ് ആണെങ്കിലും, അതിപ്പോൾ UDF ആണെങ്കിലും കൊള്ളാം, LDF ആണെങ്കിലും കൊള്ളാം. ഇത് ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല ഇതിനകത്ത് വേണ്ടത് ആദിവാസികളെ അടിച്ചമർത്തപ്പെടുന്ന ഈ സമ്പ്രദായം അത് PWD ഓഫീസിൽ നിന്നും അത് ഇപ്പോൾ റവന്യൂ വകുപ്പിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടേണ്ട എന്ത് ആനുകൂല്യങ്ങളാണോ ഞങ്ങൾക്കത് കിട്ടിയേ പറ്റും. കഴിഞ്ഞ പ്രാവശ്യം മഞ്ഞൾ പറിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരാൾക്കുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകേണ്ടതാണ്. ആ കല്ലാണ് ഇവിടുന്ന് കിലോമീറ്റർ താഴെ കിടക്കുന്നത് കല്ല്. അങ്ങനെ എത്രയോ കല്ലുകളാണ് ഈ പറമ്പിലേക്ക് വന്ന് വീണെടുക്കുന്നത്. ഇവിടെ മഞ്ഞൾ പറിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അത് പറിച്ചുകൊണ്ടിരുന്നതിൻ്റെ പേരിൽ വന്ന് വിശ്രമിക്കുന്ന സമയത്തായിരുന്നെങ്കിലോ അദ്ദേഹത്തിന് മാറാനുള്ള സമയം കിട്ടുമില്ലായിരുന്നു. ആ സമയത്ത് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്തായിരിക്കും? വേണ്ടപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് കൊടുക്കുന്നു. ഇപ്പോൾ ഇതിന് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ മാത്രമാണ് ഞങ്ങൾ ഇതിന് പരിഹാരം കാണുന്നുള്ളൂ. അതാണ് ഞങ്ങളുടെ ആവശ്യം.